ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നാം ചർച്ച ചെയ്യുന്നത് സൈബർ കുറ്റങ്ങളെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ സൈബർ കുറ്റങ്ങൾ വളരെ വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിന് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളുള്ളത്. ഒന്ന്, ആർക്കും വളരെ പെട്ടെന്ന്, അതായത് ഒരു ചെറിയൊരു കുട്ടിക്ക് പോലും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ സൈബർ കുറ്റങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്, സൈബർ കുറ്റങ്ങൾ കേസ് ഒരുപാട് ഫയൽ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഫയലുകൾ പ്രതികളെ പിടിക്കപ്പെടുന്നില്ല എന്നത് ഒരു സത്യമാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ സൈബർ കുറ്റങ്ങൾ വളരെയധികം കൂടിയിരിക്കുകയാണ്. എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. IT ആക്ട് 2000 അതുപോലെ അത് ഭേദഗതി ചെയ്ത IT ആക്ട് 2008 പ്രകാരമുള്ള 10 നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 10 സൈബർ നിയമങ്ങളെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്പർ 1, സെക്ഷൻ 66A, ഇന്റർനെറ്റ് വഴി തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കൽ. അതായത് ഒരാളെ അപമാനിക്കാനോ അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു തെറ്റായ സന്ദേശം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇന്റർനെറ്റ് വഴി, നിങ്ങൾ ഫേസ്ബുക്ക് വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ പ്രചരിപ്പിച്ചാൽ അതൊരു തെറ്റാണ്. അതിന് 3 വർഷം വരെ തടവും കൂടെ പിഴയും ഉണ്ടാകും. നമ്പർ 2, സെക്ഷൻ 66B, മോഷ്ടിച്ച കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ആശയവിനിമയ സംവിധാനം. ആശയവിനിമയ സംവിധാനം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും. ഇവ വാങ്ങുക. ഇത് 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. നമ്പർ 3, സെക്ഷൻ 66C, ഐഡന്റിറ്റി മോഷണം. അതായത് ഒരാളുടെ സോഷ്യൽ മീഡിയയോ ബാങ്ക് അക്കൗണ്ടോ ഉപയോഗിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റൊരാളുടെ പേരിൽ ഒരു പുതിയ സിം കാർഡോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടോ മറ്റെന്തെങ്കിലും അക്കൗണ്ടുകളോ ഒക്കെ തുറക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ വ്യക്തിഗതമായിട്ടുള്ള രേഖകൾ ചോർത്തുന്നതാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് 3 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ അതല്ല രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റമാണ്. നമ്പർ 4, സെക്ഷൻ 66D, കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തുക. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഫേക്ക് ഐഡികൾ ക്രിയേറ്റ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ ഒരുപാടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. ഫേക്ക് ഐഡികൾ ക്രിയേറ്റ് ചെയ്യുന്നത് തെറ്റായ കാര്യമാണ്. അത് പിടിക്കപ്പെട്ടാൽ 3 വർഷം വരെ തടവോ അല്ലെങ്കിൽ 1 ലക്ഷം വരെ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന ഒരു തെറ്റാണ്. നമ്പർ 5, സെക്ഷൻ 66A, സ്വകാര്യത ലംഘിക്കുക. അതായത് വയലേഷൻ ഓഫ് പ്രൈവസി. ഇത് ഒരാളുടെ ഫോട്ടോ തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിയുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുന്നതിനെയാണ് സ്വകാര്യത ലംഘിക്കുക എന്ന് പറയുന്നത്. ഇത് പിടിക്കപ്പെട്ടാലുള്ള ശിക്ഷ എന്താണെന്ന് വെച്ചാൽ 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ അഥവാ അല്ലെങ്കിൽ രണ്ടും ചേർത്തോ കിട്ടാവുന്നതാണ്. നമ്പർ 6, സെക്ഷൻ 66F, സൈബർ ടെററിസം അഥവാ സൈബർ ഭീകരത. ഇത് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു തെറ്റാണ്. നമ്പർ 7, സെക്ഷൻ 67, അശ്ലീലം പ്രചരിപ്പിക്കൽ. ഇത് 2 വർഷം മുതൽ 3 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന ഒരു തെറ്റാണ്. ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ 5 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ വരെ പിഴയോ വീണ്ടും ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. നമ്പർ 8, സെക്ഷൻ 67A, ലൈംഗിക അതിക്രമണം പ്രചരിപ്പിക്കൽ. 5 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ചേർത്ത് കിട്ടാവുന്ന ഒരു തെറ്റാണ്. 9, സെക്ഷൻ 67B, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമണം പ്രചരിപ്പിക്കൽ. ഇത് 3 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടി ചേർത്തോ കിട്ടാവുന്ന ഒരു തെറ്റാണ്. ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ 7 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ പിഴയോ രണ്ടും കൂടി ചേർത്തോ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. നമ്പർ 10, സെക്ഷൻ 74, മറ്റാരെങ്കിലും പറ്റിക്കാനോ വഞ്ചിക്കാനോ വേണ്ടി ഇലക്ട്രോണിക് സൈനേച്ചർ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുക. അതായത് മറ്റാരെങ്കിലും ഒക്കെ വഞ്ചിക്കാനോ പറ്റിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഫേക്കായ ഇലക്ട്രോണിക് സൈനേച്ചർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സൈനേച്ചർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. ഇതൊരു തെറ്റായ കാര്യമാണ്. ഇത് 2 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടി ചേർത്തോ കിട്ടാവുന്ന ഒരു തെറ്റാണ്. ഇനിയും ഒരുപാട് സൈബർ നിയമങ്ങളും മറ്റുമെല്ലാം ഉണ്ട്. നിങ്ങൾക്കിതിൽ നിന്നൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഈ സൈബർ ടെററിസം തുടങ്ങിയിട്ടുള്ള ചില നിയമങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം വളരെ സില്ലിയായിട്ട് തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ ഇതെല്ലാം വളരെ ഗൗരവത്തോടെ കാണുക. നിങ്ങൾ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇടുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ നിയമപരമായ വശങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക. ഈ സൈബർ നിയമങ്ങളൊക്കെ തന്നെ മറ്റുള്ള പലർക്കും അറിയില്ല.
അതാണ് ഈ സൈബർ തെറ്റുകൾ കൂടാനുള്ള ഒരു കാരണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഫേസ്ബുക്ക് വഴിയൊക്കെ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.